പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഇന്നത്തെ വാർത്താ ദിനം തുടങ്ങുമ്പോൾ നല്ല വാർത്തകളുമായി നമ്മുടെ പ്രഭാത വാർത്ത തുടങ്ങാനാണ് നമ്മൾ തീരുമാനിച്ചതെങ്കിലും പക്ഷേ പുലർച്ചെ എത്തിയ വാർത്ത ഇടുക്കി ജില്ലയിൽ നിന്നുള്ള അപകടങ്ങളുടെ വാർത്തയാണ്. 2 വാഹനാപകടങ്ങളിൽ ഇടുക്കിയിൽ 4 പേർ മരിച്ചു എന്ന സങ്കടകരമായ വാർത്ത വരികയാണ്. പന്നിയാർകുട്ടി വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞാണ് ദമ്പതികളും ഡ്രൈവറും മരിച്ചത്. ദമ്പതികളായ ബോസ്, റീന, ഡ്രൈവർ തട്ടപ്പള്ളിൽ എബ്രഹാം എന്നിവരാണ് മരിച്ചത്. ഒളിമ്പ്യൻ ബീനാമോളുടെ സഹോദരിയാണ് മരിച്ച റീന. കട്ടപ്പനയിൽ കാർ നിയന്ത്രണം വിട്ട് യുവാവ് മരിക്കുകയും ചെയ്തിട്ടുണ്ട്. സന്ദീപ് രാജാക്കാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സന്ദീപ് രാജാക്കാട്, ഈ റീനയും കുടുംബവും മരിച്ചത് ഏതു സാഹചര്യത്തിലാണ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? സന്ദീപ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇന്നലെ രാത്രി 11:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. റീനയും ഭർത്താവ് ബന്ധുവീട്ടിൽ, മുല്ലക്കാനത്തുള്ള ബന്ധുവീട്ടിൽ പോയി തിരികെ വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടം ഉണ്ടാകുന്നത്. പന്നിയാർകുട്ടിയിലെ പുതിയ പാലത്തിന് സമീപം വെച്ച് ഈ വീതി കുറഞ്ഞ റോഡിലൂടെയായിരുന്നു ഇവർ ഇറക്കമിറങ്ങി വന്നിരുന്നത്. അവിടെ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം ഏതാണ്ട് 100 അടിയോളം വരുന്ന താഴ്ചയിലേക്കുള്ള ഒരു കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. ഈ റീനയും ഭർത്താവും സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ എബ്രഹാമിനെ ഈ രാജാക്കാട്ടിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിൽ പോലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. ഈ 3 പേർ മാത്രമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബീനാമോളുടെ സഹോദരിയാണ് റീന. ഒപ്പം തന്നെ ഈ ബീനാമോളുടെ തന്നെ സഹോദരന്റെ ഭാര്യ പിതാവാണ് ഈ എബ്രഹാം എന്ന് പറയുന്ന വാഹനം ഓടിച്ചിരുന്ന ആളും എന്നാണ്. ബീനാമോളുടെ ബന്ധുക്കൾ മാത്രമാണ് ഇവരെല്ലാവരും എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കട്ടപ്പനയിൽ കാർ അപകടം ഉണ്ടാകുന്നത് ക്രാഷ് ബാരിയറിലേക്ക് ഈ വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. അമിത വേഗതയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ വാഹനം വളവ് തിരിഞ്ഞെത്തുമ്പോൾ ഈ സമീപത്തുണ്ടായിരുന്ന ഈ സൈഡിൽ സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ച് കയറിയാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലാണ് ഈ ക്രാഷ് ബാരിയർ പൂർണ്ണമായും ഈ കാറിന്റെ മറുപുറം എത്തി എന്നുള്ളതാണ്. അത്രയധികം വേഗത്തിലായിരിക്കണം കാർ എത്തിയിരുന്നത്. ഈ ഡ്രൈവർ ഇരുന്ന ഭാഗത്തു കൂടിയാണ് ക്രാഷ് ബാരിയർ തുളച്ചു കയറി പുറകുവശത്തിലൂടെ പുറത്തേക്ക് വന്നത്. അവിടെ നിന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിൽ പോലും മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായിരുന്നാലും ഈ പുലർകാലത്ത് നമുക്ക് എത്തിക്കാൻ കഴിയുന്ന വാർത്ത 4 പേരുടെ മരണവാർത്തയാണ്. വ്യത്യസ്തമായ 2 വാഹനാപകടങ്ങളിൽ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയുന്നത്. ഡോക്ടർ ഓക്കെ സന്ദീപ്, വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ. ഇടുക്കിയിൽ നിന്ന് വരുന്ന 2 വാഹനാപകടങ്ങളിലായി 4 പേർ മരിച്ചു എന്ന വാർത്ത നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു. 3 പേർ മരിച്ചത് ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞാണ്. അതിൽ ഒളിമ്പ്യൻ ബീനാമോളുടെ സഹോദരി റീനയും ഭർത്താവും അവരുടെ ബന്ധുവായ ഡ്രൈവറുമുണ്ട് എന്നുള്ളതാണ്. മറ്റൊരിടത്ത് യുവാവ് വാഹനാപകടത്തിൽ മരിച്ചു എന്ന വാർത്തയും വരുന്നു.